പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ഞായറാഴ്ച സാപത്തിൻ്റെ എല്ലാ അഭിഷേകങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ 19-ാം തീയതി പെന്തകുസ്ത തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവുമല്ലോ. പരിശുദ്ധാത്മാവിനാൽ ജ്വലിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങൾ ഒരു കാര്യമില്ല. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഡാനിയലച്ചനോട് ചേർന്ന് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് അച്ഛനും ആഗ്രഹിക്കുകയാണ് കേട്ടോ. ശരിക്കും നമ്മൾ നോക്കും സഹോദരങ്ങളെ, നമ്മുടെ തിരുനാളുകളൊക്കെ വിശുദ്ധരുടെയൊക്കെ തിരുനാളുകൾ നന്നായിട്ട് ആഘോഷിക്കുന്നതൊക്കെ വളരെ നല്ലത്. പക്ഷെ നോക്കുക സഹോദരങ്ങളെ, ഈ പെന്തകുസ്ത ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഈ വിശ്വാസ ജീവിതം തന്നെ എന്തായിരിക്കും? ഇന്ന് അനേകം സത്യക്രിസ്ത്യാനികൾക്ക് പോലും ഈ പെന്തകുസ്ത തിരുനാൾ എന്താണെന്ന് അറിയില്ല എന്നുള്ളത് ശരിക്കും സ്വർഗത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പരിശുദ്ധാത്മാവിനാൽ പ്രകാശിതമല്ലാത്ത വിശ്വാസമാണ് പ്രിയ സഹോദരങ്ങൾ ഇന്ന് കുടുംബങ്ങളുടെ തകർച്ചയ്ക്കുള്ള മൂല കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ടി വിയിലും മറ്റുമൊക്കെ പെന്തകുസ്ത ഒരുക്ക ധ്യാനങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. ചിലപ്പോൾ 2 ദിവസത്തെ 3 ദിവസത്തേക്ക് നിങ്ങളതിൽ ഗൗരവമായ വിധത്തിൽ യൂട്യൂബിലാണെന്ന് വിചാരിച്ചിട്ട് വെറുതെ അതും കാണുക, അടുക്കളയിലെ പണിയും ചെയ്യുക, എല്ലാവരും അതാണെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഗൗരവമായ വിധത്തിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അതിന് വേണ്ടി കാഴ്ചവെച്ച് ഈ പെന്തകുസ്ത നിങ്ങൾ അതിന് ഒരുങ്ങുകയാണെങ്കിൽ ഭയങ്കരമായൊരു അനോയിൻറ്റിങ് കർത്താവ് അതിലൂടെ നൽകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നോക്കിയേ, നമ്മൾ അനോയിൻറ്റിങ് പ്രാർത്ഥനകൾ, അഭിഷേക പ്രാർത്ഥനകൾ, ആരാധന, ബലിയർപ്പണം കുട്ടികളുടെ. കാരണം എന്താണെന്ന് പറയുക, കുട്ടികളെ ശരിക്കും ഈശോ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10:14 എന്താ പറയുന്നത്? ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചവരോട് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ പിള്ളേരെ ശിശുമാർ തടയാണ്. അപ്പോൾ പറയാണ് യേശു എന്താ പറഞ്ഞത്? ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അവരെ പോലെയുള്ളത്. നമ്മളുടെ ധ്യാന കേന്ദ്രത്തിൽ പ്രിയ സഹോദരൻ, ഞാൻ മുതിർന്നവരുടെ ധ്യാനമാണ്, താമസമുള്ള ധ്യാനം 2000 കോവിഡിന് ശേഷം ആരംഭിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ മുതിർന്നവരുടെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ശക്തമായൊരു മെസ്സേജായിരുന്നു കുഞ്ഞുങ്ങളെ തുടങ്ങാനായിട്ട്. അപ്പോൾ കുട്ടികളുടെ ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു സംഭവം നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഈശോ പറഞ്ഞു, അത് ചെയ്തു. അത് വലിയൊരു അനോയിൻറ്റിങ് ആയിട്ട്. അതിൻ്റെ കാര്യം ഇതാണ് സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കും. നമുക്ക് ഈശോയെ കൊടുക്കും. നമ്മൾ കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരെ കുറേ കളികളും ഡാൻസും പരിപാടി അതിൽ മാത്രമാണ് അവർ അങ്ങനെ ചിന്തിക്കരുത് സഹോദരങ്ങളെ. നമ്മളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്ക് ഈശോയുടെ സ്നേഹം അതിശക്തമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കുവാനായിട്ട് സന്നദ്ധരാണ്. അച്ഛൻ്റെ അവിടെ ധ്യാനം കൂടി മക്കളെ അച്ഛനെ അറിയാം. നല്ല തീഷ്ണമതികളായിട്ട് അവർ ഈശോ എന്ന് പറഞ്ഞ് ജ്വലിക്കത്തക്ക വിധത്തിൽ കൗൺസിലിങ്, കരഞ്ഞ് പ്രാർത്ഥിക്കുക, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ അവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല എന്ന് മുതിർന്നവരെ നിങ്ങൾ വിചാരിക്കുന്നത് മോശമാണ്. അവർക്ക് ശരിക്കും കുഞ്ഞുനാൾ ഈശോയെ കൊടുക്കണം. ഈശോയെ ഗൗരവമായ വചന ശുശ്രൂഷകൾ കൊടുക്കണം. ഇതൊക്കെ പിന്നെ എന്നാ കൊടുക്കണം സഹോദരങ്ങളെ? 10ാം ക്ലാസ് വരെ പിള്ളേരെ കളിയും പരിപാടിയായിട്ട് പിന്നെ എന്നാ അവർക്ക് ഈശോയെക്കുറിച്ച് ഗൗരവമായിട്ട് കൊടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലവരാണ് കേട്ടോ. നിങ്ങൾ ശുശ്രൂഷകൾക്കൊക്കെ ഇവിടെയും ജെറുസലേമിലും കുറുമാലിലും അട്ടപ്പാടിയിലും ഒക്കെ കുട്ടികളുടെ ധ്യാനത്തിന് കുറേ പേര് വിടുന്ന കാര്യമൊക്കെ അച്ഛനറിയാം. അതിൽ ഒരു അല്പം പോലും പുറകോട്ട് നമ്മൾ പോയേക്കരുത് കേട്ടോ. നിങ്ങളെ ഇന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കുട്ടികൾക്ക് വേണ്ടി ഒരു ജപമാലയൊക്കെ കുർബാനയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുന്ന അച്ഛനറിയാം. ഒരു ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചേക്കണം. ഇന്ന് 3 മണിക്ക് ധ്യാനമൊക്കെ കഴിയും. കുട്ടികൾ പോകുമ്പോൾ വലിയൊരു അഭിഷേകത്തോടെ വേണം. അവരൊക്കെ തീപ്പന്തങ്ങളായിട്ട് പോകണം. അവരിൽ നിന്ന് ധാരാളം സുവിശേഷകർ വരണം, ധാരാളം വൈദികർ വരണം, ധാരാളം സമർപ്പിതർ വരണം. നമ്മുടെ സെൻറ്റ് മേരീസിൽ നിന്ന് ഒരു കുട്ടി കോൺവെൻറ്റിലേക്ക്, അവിടെ നമ്മുടെ ശുശ്രൂഷയ്ക്കാണ്, അവൾ കോൺവെൻറ്റിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവന് ധാരാളം പേര് ശരിക്കും പ്രിയ സഹോദരങ്ങളെ അവന് ശുശ്രൂഷ വഴി ഈശോയോടുള്ള ജീവിക്കുന്ന വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ വൈദിക വൃത്തിയിലേക്ക്, സന്യാസത്തിലേക്ക്, സുവിശേഷകരായിട്ടൊക്കെ പ്രിയ സഹോദരങ്ങൾ നമ്മൾ മക്കൾ രൂപാന്തരപ്പെടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ അച്ഛാ വൈദികനും സിസ്റ്ററും ഒക്കെ സുവിശേഷകരൊക്കെ ഇപ്പോൾ അവരുടെ വരുമാന മാർഗ്ഗങ്ങൾ നോക്കിക്കോ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം അവർക്ക് വരുമാനവും കർത്താവ് നൽകും. അതിനോടെല്ലാം കർത്താവ് ക്രമീകരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നന്നായി ഈശോയെ അറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നും വേണ്ട. ബാക്കിയെല്ലാം കർത്താവ് അവർക്ക് കൊടുക്കും. കർത്താവേ, ഈ ഒരു അഭിഷേകം ഇത് കേൾക്കുന്ന സകല മക്കൾക്കും നൽകണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.